2011 അസ്ട്രോനോട്ടുകളായ ബ്രയാൻ, ജൊസീന്ത, മാർക്കസ് എന്നിവർ ഒരു സാറ്റലൈറ്റ് റിപ്പയർ ചെയ്യുന്ന മിഷനുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്താണ്. പെട്ടെന്ന് അവരുടെ സിസ്റ്റംസ് എല്ലാം മാൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഇലക്ട്രോണിക് സിസ്റ്റംസ് എല്ലാം ആകെ ഡിസ്റ്റർബ്ഡ് ആകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ മുന്നിലേക്ക് നിഗൂഢമായ അസാധാരണമായ എന്തോ ഒന്ന് വരുന്നു. ഒരു കറുത്ത മെറ്റാലിക് കണികകളുടെ കൂട്ടം. അതൊരു ജീവിയെ പോലെ തോന്നിച്ചു. അത് വേഗത്തിൽ വന്ന് സ്പേസ് ഷട്ടിലിനെ ഇടിക്കുന്നു. തല ഷട്ടിലിടിച്ച് അപ്പോൾ തന്നെ ജൊസീന്ത ബോധരഹിതയാകുന്നു. മാർക്കസിനെ ഷട്ടിലുമായി ബന്ധിച്ചിരുന്ന ടെതർ പൊട്ടിപ്പോവുകയും മാർക്കസ് ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ബ്രയാൻ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്പേസ് ഷട്ടിലേക്ക് ബ്രയാനെ കണക്ട് ചെയ്തിരുന്ന ടെതർ വലിഞ്ഞ് ബ്രയാനും ഷട്ടിലിൽ പോയി ഇടിക്കുന്നു. അതോടെ അവർക്ക് തങ്ങളുടെ ഫ്രണ്ട് മാർക്കസിനെ നഷ്ടമാവുകയാണ്. ഷട്ടിലിനുള്ളിലേക്ക് കയറിയ ബ്രയാൻ മാർക്കസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക് സിസ്റ്റംസ് എല്ലാം ഓഫായി പോയതിനാൽ അതിന് സാധിക്കാതെ വരുന്നു. എങ്ങനെയെങ്കിലും തിരികെ ഭൂമിയിലേക്ക് വരാൻ ബ്രയാൻ ശ്രമിക്കുന്നതിനിടയിൽ കറുത്ത മെറ്റാലിക് സ്വാം അഥവാ കൂട്ടം ചന്ദ്രനിലെ ഒരു തുരങ്കത്തിലേക്ക് കയറിപ്പോകുന്നു. ഒരു വിധത്തിൽ ബ്രയാൻ വിജയകരമായി സ്പേസ് ഷട്ടിൽ ഭൂമിയിൽ ഇറക്കുന്നു. ആദ്യമെല്ലാം ഒരു ഹീറോ ആയാണ് ബ്രയാനെ എല്ലാവരും കരുതിയത്. പക്ഷെ ബഹിരാകാശത്ത് വെച്ച് ബ്രയാൻ കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം 1.5 വർഷം ഇത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടന്നെങ്കിലും ആരും ബ്രയാനെ വിശ്വസിച്ചില്ല. ജൊസീന്തയ്ക്കും ബ്രയാനെ പിന്തുണയ്ക്കാനായില്ല. കാരണം ആ സമയം അവൾ ബോധരഹിതയായിരുന്നല്ലോ. മനുഷ്യൻ മൂലമുള്ള തെറ്റുമൂലം സംഭവിച്ചതാണ് ആ അപകടമെന്നും പറഞ്ഞ് നാസ ബ്രയാനെ പുറത്താക്കുന്നു. ബ്രയാന് സ്വന്തം വീട് പോലും നഷ്ടമാകുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രണ്ട ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. പിന്നീട് ബ്രെൻഡയും മകനുമായി ബ്രെൻഡയുടെ അമ്മയുടെ അടുത്തേക്ക് താമസം മാറുന്നു. പിന്നീട് കാണിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലമാണ്. കെ.സി. ഹൂസ്മാൻ എന്നൊരാൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ കെയർടേക്കറായി ജോലി ചെയ്യുകയാണ്. പതിവ് പോലെ അയാൾ പ്രൊഫസർമാരുടെ ഓഫീസിൽ കയറി അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്. ചിലിയിലെ നാഷണൽ ഒബ്സർവേറ്ററിയിലേക്ക് അവരുടെ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി അയാൾ ലോഗിൻ ചെയ്യുന്നു. ശേഷം ഒരു പ്രൊഫസർ എന്ന വ്യാജേന അവരെ വിളിക്കുകയും ചന്ദ്രന്റെ ഓർബിറ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ ഒരു ഫയൽ തന്റെ വ്യക്തിഗത ഇമെയിൽ അക്കൗണ്ടിലേക്ക് അയച്ചു തരാൻ പറയുകയും ചെയ്യുന്നു. ശേഷം കെ.സി. തന്റെ രണ്ടാമത്തെ ജോലിയായ അതായത് ഫാസ്റ്റ് ഫുഡ് കാഷ്യർ ജോലി ചെയ്യാൻ ഓടിയെത്തി. കുറച്ചു സമയം ജോലി ചെയ്തപ്പോഴേക്കും ഒബ്സർവേറ്ററിയിൽ നിന്നും ഇമെയിൽ വരുന്നു. കെ.സിയുടെ തിയറി ശരിയായിരുന്നു. അതായത് ചന്ദ്രന്റെ ഓർബിറ്റ് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വിവരം അറിയിക്കാൻ വേറൊരാൾ എന്നതുപോലെ കെ.സി നാസയെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ നമ്പർ കിട്ടിയില്ല. നാസയുടെ ആകെയുള്ള പബ്ലിക് ഫോൺ നമ്പർ എന്നത് നാസയുടെ ഗിഫ്റ്റ് ഷോപ്പ് മാത്രമാണ്. അവർക്കാണെങ്കിൽ മുകളിലുള്ളവരുടെ കോണ്ടാക്ട് ഒന്നും അറിയില്ല. അവരുമായി യാതൊരു ബന്ധവുമില്ല. അതേസമയം പതിവില്ലാത്തതുപോലെ ജൊസീന്തയെ ജോലി സ്ഥലത്ത് നിന്നും അതായത് നാസയിൽ നിന്നും വിളിക്കുന്നു. മകനായ ജിമ്മിയുടെ അടുത്ത് പോയതിനു ശേഷം അവനെ നോക്കുന്ന മിഷേലിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ജൊസീന്ത ജോലിക്ക് പോകുന്നു. ഓഫീസിലെത്തിയ ജൊസീന്തയോട് ചന്ദ്രന്റെ ഓർബിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു. മാത്രമല്ല ആ സാറ്റലൈറ്റ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിഗൂഢമായ എന്തോ ഒന്ന് കണ്ടെത്തിയിരുന്നു. ഏതോ അപരിചിതമായ എനർജി ചന്ദ്രന്റെ ഉപരിതലത്തിലെ ദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കെ.സിയെ ആണ്. അയാൾക്കാണെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടും നാസയെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കെ.സി ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോഴേക്കും അതിൽ പൂച്ച മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്നു. ആ ഭാഗത്തെ ന്യൂസ് അപ്പോഴാണ് കെ.സി ശ്രദ്ധിക്കുന്നത്. ഇന്ന് മ്യൂസിയത്തിൽ ആസ്ട്രോനോട്ട് ഡേ ആണ്. തന്റെ റിസർച്ചുകൾ പ്രിന്റ് ചെയ്ത് കെ.സി വേഗം അങ്ങോട്ടേക്ക് എത്തി. സ്കൂൾ ട്രിപ്പിലുള്ള കുട്ടികൾ കരുതിയത് കെ.സി ആണ് അവർക്ക് ക്ലാസ് നൽകാൻ വന്നതെന്നാണ്. കെ.സി ഈ അവസരം ഉപയോഗിച്ച് അവർക്ക് ക്ലാസ് നൽകാൻ തുടങ്ങി. കെ.സി കരുതുന്നത് ചന്ദ്രൻ എന്നത് ഏലിയനുകൾ ഉണ്ടാക്കിയ ഒരു മെഗാ സ്ട്രക്ചർ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉൾവശം പൊള്ളയാണ്. ശരിക്കും കുട്ടികൾക്ക് ഈ ക്ലാസ് കൊടുക്കേണ്ടിയിരുന്നത് ബ്രയാൻ ആയിരുന്നു. ബ്രയാൻ ആണെങ്കിൽ അധിക നേരം ഉറങ്ങിപ്പോയി. ശരിക്കും വാടകക്കാരനാണ് വാടക ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രയാനെ വിളിച്ചുണർത്തിയത്. ബ്രയാൻ വാതിൽ തുറക്കാതെ ജനൽ വഴി ചാടി മ്യൂസിയത്തിലേക്ക് പോകുന്നു. ബ്രയാനെ കണ്ട കെ.സി തന്റെ കണ്ടെത്തലുകൾ ബ്രയാനെ അറിയിക്കുന്നു. എന്നാൽ ബ്രയാൻ കെ.സിയെ വിശ്വസിച്ചില്ല. മാത്രമല്ല സെക്യൂരിറ്റി ഉപയോഗിച്ച് കെ.സിയെ പുറത്താക്കുകയും ചെയ്തു. പക്ഷെ പോകുന്നതിന് മുമ്പ് കെ.സി തന്റെ റിസർച്ച് പേപ്പറുകൾ ബ്രയാന് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. ബ്രയാൻ ആ പേപ്പറുകൾ എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ നിക്ഷേപിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബ്രയാന്റെ മുൻ ഭാര്യയായ ബ്രെൻഡ ബ്രയാനോട് TV ഓണാക്കാൻ ഫോൺ കോൾ വഴി ആവശ്യപ്പെടുന്നതാണ്. അവരുടെ മകനായ സോണിയെ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയായിരുന്നു അത്. ദിവസങ്ങൾക്ക് ശേഷം ബ്രയാൻ സോണിയുടെ കേസ് ട്രയലിന് കോടതിയിൽ പോകുന്നു. ബ്രയാൻ ആണെങ്കിൽ ജഡ്ജ് സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിച്ചും കള്ളം പറഞ്ഞും മകനെ രക്ഷിക്കാൻ കോടതി നടപടികൾ തടസ്സപ്പെടുത്തി ആകെ കുളമാക്കുന്നു. ഇതുമൂലം ജഡ്ജ് കേസിന്റെ ട്രയൽ മാറ്റിവെക്കുകയും അതുവരെ സോണിയെ ജയിലിലടക്കുകയും ചെയ്യുന്നു. ശേഷം ബ്രയാൻ ബ്രെൻഡയുടെ പുതിയ ഭർത്താവായ ടോമുമായി ഫോണിൽ തർക്കിക്കുന്നു. സോണിയുടെ വക്കീലിനെ പണം മുടക്കുന്നത് ടോമാണ്. ബ്രെൻഡ ഒടുവിൽ അവർ തമ്മിലുള്ള തർക്കം ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തുന്നു. അതേസമയം നമ്മുടെ കെ.സി അവന്റെ അമ്മയെ റിട്ടയർമെന്റ് ഹോമിൽ ചെന്ന് കാണുകയാണ്. അവന്റെ റിസർച്ച് ആരും വിശ്വസിക്കുന്നില്ല. ആരും താൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്ന് കെ.സി അമ്മയോട് പറയുന്നു. നിന്നെ ഞാൻ മറന്നു പോകുന്നതിന് മുന്നേ തന്നെ നീ അവരെ പറഞ്ഞ് ഇത് മനസ്സിലാക്കിക്കണമെന്ന് കെ.സിയുടെ അമ്മ അവനോട് പറയുന്നു. കാരണം അവന്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്. അതേസമയം നാസ ഓഫീസിൽ ജൊസീന്ത അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഡയറക്ടർ ആൽബർട്ടിനോട് പറയുന്നു. അതായത് ചന്ദ്രൻ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്ക് മാറിയെന്നും 3 ആഴ്ചയ്ക്കുള്ളിൽ ചന്ദ്രൻ ഭൂമിയിൽ തകർന്നു വീഴുമെന്നും ജൊസീന്ത അറിയിക്കുന്നു. കൂടാതെ ചന്ദ്രനിലേക്ക് ഉടനെ പോകണമെന്നും പക്ഷെ അതിനാവശ്യം
ആവശ്യമായ റോക്കറ്റും മറ്റ് സംവിധാനവും ഇപ്പോൾ നിലവിലില്ലെന്നും ജോസീന്ത ആൽബർട്ടിനോട് പറയുന്നു. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കുന്നതിന് മുൻപ് ആരും ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടരുതെന്ന് ആൽബർട്ട് എല്ലാവരോടും പറയുന്നു. പക്ഷേ ആൽബർട്ട് വൈകിപ്പോയിരുന്നു. കാരണം ആ വിവരം എങ്ങനെയോ ഇന്റർനെറ്റിൽ ലീക്ക് ആകുന്നു. അതേസമയം ബ്രയാൻ തന്റെ മകനെ മോചിപ്പിക്കാൻ ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ബ്രയാൻ പറയുന്നത് കേൾക്കാനുള്ള സമയമൊന്നും ജഡ്ജിക്ക് ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ എല്ലാവരും നഗരം വിടുകയാണ്. പക്ഷേ ബ്രയാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. ആൽബർട്ടിന്റെ വാർത്താ സമ്മേളനം ബ്രയാൻ കാണുന്നു. ചന്ദ്രനിലേക്ക് ഇത് സംബന്ധിച്ച് ഒരു മിഷൻ അയക്കുന്നുണ്ടെന്നും ആരും ഭയപ്പെടേണ്ടെന്നും ആൽബർട്ട് മീഡിയയോട് പറയുന്നു. ടോമും ആ നഗരം വിടാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ബ്രെൻഡ സോണിയെ ജയിലിൽ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല. ടോമിന്റെ വക്കീൽ സോണിയെ ഉടൻ പുറത്തിറക്കിയ ശേഷം കൊളറാഡോയിൽ എത്തിക്കാനുള്ള വഴി നോക്കിക്കോളൂ എന്ന് ടോം പറയുന്നുണ്ടെങ്കിലും ബ്രെൻഡ അത് സമ്മതിക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുകയാണ്. കൂടാതെ പിടിച്ചുപറി കലാപങ്ങൾ എല്ലാം പൊട്ടിപ്പുറപ്പെട്ടു. ചന്ദ്രന്റെ മാറ്റം പഠിക്കാനായി നാസ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നു. അതിനിടയിൽ പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും മെഗാ സ്ട്രക്ചറുകളെ പറ്റിയുള്ള വാർത്തകളുമൊക്കെ ന്യൂസിൽ നിറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടിയ ബ്രയാൻ മ്യൂസിയത്തിലേക്ക് പോവുകയും അവൻ വലിച്ചെറിഞ്ഞ കേസിയുടെ റിസർച്ച് പേപ്പറുകൾ ട്രാഷ് ക്യാനുകളിൽ പരതാനും തുടങ്ങി. പേപ്പർ കിട്ടിയ ശേഷം ബ്രയാൻ കേസിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നു. അതിൽ നിന്നും കേസി നടത്താൻ പോകുന്ന എമർജൻസി മീറ്റിംഗിനെ കുറിച്ച് ബ്രയാൻ വിവരം ലഭിക്കുന്നു. നാസയുടെ ഷട്ടിൽ സ്പേസിലെത്തുന്നു. ശേഷം ചന്ദ്രനിലെ വലിയ ഗർത്തത്തിലേക്ക് ചെറിയൊരു പ്രോബ് വാഹനം വിടുന്നു. കുറച്ചു സമയത്തേക്ക് ആ വാഹനം താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് മുകളിലേക്ക് വരാൻ തുടങ്ങി. ചന്ദ്രന്റെ ഓർബിറ്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കമ്പ്യൂട്ടറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജോസീന്തയുടെ മിഷന്റെ സമയത്ത് വന്ന അതേ ബ്ലാക്ക് സ്വാം അഥവാ കറുത്ത തരികളുടെ കൂട്ടം ആ ഗർത്തത്തിൽ നിന്നും പുറത്തേക്ക് വരികയും സ്പേസ് ഷട്ടിലിനെ ആക്രമിക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന ആസ്ട്രോനോട്ടുകളെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ബ്രയാൻ കേസിയുടെ മീറ്റിംഗിനായി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. പല വിചിത്ര സിദ്ധാന്തങ്ങൾ പറയുന്ന തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് ആളുകളുമായി കേസി സംസാരിക്കുന്നതാണ് ബ്രയാൻ അവിടെ കാണാൻ സാധിച്ചത്. ബ്രയാൻ ആ സംസാരം നിർത്തിച്ച് കേസിയുമായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. എങ്ങനെ നാസ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് കേസി ഇത് മനസ്സിലാക്കി എന്നറിയാനാണ് ബ്രയാൻ കേസിയുമായി പോയത്. വളരെ വർഷങ്ങളായി ഏലിയനുകൾ നിർമ്മിച്ച മെഗാ സ്ട്രക്ചറുകളെ കണ്ടെത്താൻ വേണ്ടി വിദൂരതയിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്ന കേസി അങ്ങനെ ഒടുവിൽ ചന്ദ്രൻ അതുപോലൊരു മെഗാ സ്ട്രക്ചർ ആണെന്ന് അത്ഭുതത്തോടെ കണ്ടെത്തുകയായിരുന്നു. മെഗാ സ്ട്രക്ചറിന് ശക്തമായൊരു പുറന്തോടും ഉള്ളിലൊരു പവർ സോഴ്സും ഉണ്ടായിരിക്കും. ചന്ദ്രന്റെ ഉള്ളിലുള്ള പവർ കോറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രൻ ഓർബിറ്റിൽ നിന്നും മാറി സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ കണ്ടു തുടങ്ങി. ശക്തമായ കൊടുങ്കാറ്റും തിരമാലകൾ വളരെ ഉയരത്തിൽ അടിക്കുകയും തീരത്തുള്ള സിറ്റികളെല്ലാം വെള്ളത്തിനടിയിലാകുകയും ചെയ്തു. ഹോട്ടലുകളിൽ മീറ്റിംഗുകളിൽ പങ്കെടുത്തവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്രയാൻ അവരെ മുകളിലത്തെ നിലകളിലേക്ക് മാറ്റുന്നു. കേസിയാണെങ്കിൽ തിരമാലകൾ അടിച്ചു കയറിയപ്പോൾ പെട്ടെന്ന് മാറാത്തതിനാൽ വെള്ളത്തിനടിയിൽപ്പെട്ടു പോകുന്നു. അതോടെ ബ്രയാൻ വെള്ളത്തിലേക്ക് ചാടി കേസിയെ രക്ഷപ്പെടുത്തുന്നു. ജോസീന്തയും ആൽബർട്ടും മിഷൻ ഫുട്ടേജ് കാണുകയായിരുന്നു. അതുവഴി ആ ബ്ലാക്ക് സ്വാം സ്വന്തമായി ഇന്റലിജൻസ് ഉള്ള എന്തോ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ആയിരിക്കണം. ഭൂമി ഇതുപോലുള്ള ശക്തിയെ നേരിടാനുള്ള അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ ഭീരുവായ ആൽബർട്ട് രാജിവെക്കുകയും ജോസീന്തയെ നാസയുടെ പുതിയ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കുകയും ചെയ്യുന്നു. അയാളുടെ പിന്മാറ്റം സംശയകരമായി തോന്നിയ ജോസീന്ത ആൽബർട്ടിനോട് കാരണം ചോദിക്കുന്നു. ആൽബർട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉള്ള കാർഡ് ജോസീന്തയ്ക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് നാസയുടെ ടോപ്പ് സീക്രട്ട് ആർക്കൈവുകളിലേക്ക് ആക്സസ് ലഭിക്കും. സ്വന്തമായി തന്നെ ഇൻഫർമേഷൻ കണ്ടെത്താം. ജോസീന്ത നാസയുടെ സീക്രട്ട് ആർക്കൈവുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവളുടെ ആദ്യ മിഷന്റെ ഫുട്ടേജ് ജോസീന്ത കാണുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബ്ലാക്ക് സ്വാം ആക്രമണം ഉണ്ടായില്ലേ, അതിന്റെ ഫുട്ടേജ് ആയിരുന്നു അത്. അതോടെ അവൾക്ക് ബ്രയാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അതായത് ഇപ്പോൾ അവർ കണ്ടെത്തിയ ബ്ലാക്ക് സ്വാം തന്നെയായിരുന്നു മുൻപ് അവരെയും ആക്രമിച്ചത്. അവിടെ വെച്ച് നാസയുടെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഹോൾഡൻ ഫീൽഡിനെ ജോസീന്ത കാണുന്നു. അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നു. 1969 അപ്പോളോ 11 ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ 2 മിനിറ്റ് നേരം മിഷൻ കൺട്രോളുമായുള്ള ബന്ധം നഷ്ടമായിരുന്നു. അതായിരുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ശരിക്കും മിഷൻ കൺട്രോൾ മനഃപൂർവ്വം ആ ഫീഡ് കട്ടാക്കിയതായിരുന്നു. അവർ അന്ന് കണ്ടെത്തിയത് ലോകം അറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ചന്ദ്രന്റെ ക്രസ്റ്റിനുള്ളിൽ നിന്നും അജ്ഞാതമായ പൾസേറ്റിംഗ് ലൈറ്റ് അവർ കണ്ടെത്തിയിരുന്നു. നാസ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. കാരണം ആ ടെക്നോളജി എന്നത് ഭൂമിയിലെ ടെക്നോളജിയേക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു. മാത്രമല്ല അതിനെ തടയാൻ സാധിക്കുമോ എന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അവരുടെ ഒരേയൊരു പ്രതീക്ഷ എന്നത് സുളു എക്സ്റേ 7 എന്നൊരു മിലിറ്ററി പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ പണമില്ലാത്തതിനാൽ ആ പ്രോഗ്രാം നിർത്തലാക്കി. ഇതിനൊരു പരിഹാരം കാണുന്നതിനായി ജോസീന്ത മിലിറ്ററി ലീഡർമാരുമായി സംസാരിക്കുന്നു. പക്ഷെ അവർ അവളുടെ ആവശ്യം നിരാകരിക്കുകയും ഈ മിഷൻ മിലിറ്ററി ഏറ്റെടുത്തുവെന്നും അവരെ അറിയിക്കുന്നു. ചന്ദ്രനെ തകർക്കാൻ ആണവായുധം ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണെന്ന് മിലിറ്ററിയിലുള്ള തന്റെ മുൻ ഭർത്താവ് ജനറൽ ടഗ് ഡേവിഡ്സനോട് ജോസീന്ത പറയുന്നു. കാരണം ചന്ദ്രന്റെ പാറക്കഷ്ണങ്ങൾ വീണ് അതെല്ലാവരെയും നശിപ്പിക്കും. കൂടാതെ റേഡിയേഷൻ മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കും. പക്ഷേ ഡഗും അവളെ കൈവിടുന്നു. ജോസീന്തയും മകനും തന്റെ വീട്ടിലേക്ക് വരാൻ ഡഗ് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ജോസീന്ത അത് നിരാകരിക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ തന്റെ ജോലി ഉപേക്ഷിച്ചു പോകാൻ താൻ തയ്യാറല്ല എന്ന് ജോസീന്ത പറയുന്നു. സുളു എക്സ്റേ 7 കംപ്ലീറ്റ് ആയില്ലെങ്കിലും തനിക്ക് എത്തിച്ചു തരാൻ ജോസീന്ത ഡഗിനോട് ആവശ്യപ്പെടുന്നു. കാരണം ഇലക്ട്രോമാഗ്നറ്റിക്
മാഗ്നറ്റിക് പൾസ് ഉണ്ടാക്കുന്ന ആ ഒരു ഉപകരണം മാത്രമാണ് അവരുടെ പ്രതീക്ഷ. ജോസീന്തയും ജിമ്മിയും ലോഞ്ചിന് ശേഷം ഡക്കിനോടൊപ്പം ഉണ്ടാകുന്ന ഉറപ്പിന്മേൽ അത് അയാൾ സമ്മതിക്കുന്നു. ആ രാത്രി മിലിറ്ററി ടീമുകൾ ചെന്ന് ബ്രയാനെ നാസയിലേക്ക് കൊണ്ടുപോകാനായി വരുന്നു. എന്നാൽ കേസി കൂടെ ഉണ്ടെങ്കിലേ താൻ വരൂവെന്ന് ബ്രയാൻ പറയുന്നു. ഒടുവിൽ അവർ രണ്ടുപേരെയും ജോസീന്തയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. ജോസീന്ത അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ അടുത്ത് വരുന്നത് സംബന്ധിച്ച വാർത്ത കൊടുത്തത് താനാണെന്ന് കേസി സമ്മതിക്കുന്നു. ഭൂമിയുടെ ടെക്നോളജി മനസ്സിലാക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബ്രയാനെ അവർ റിക്രൂട്ട് ചെയ്തത്. കാരണം സ്പേസ് ഷട്ടിൽ പവർ ഇല്ലാതെ ലാൻഡ് ചെയ്ത ഒരേ ഒരാൾ ബ്രയാനാണ്. തന്റെ മകനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യാമെന്ന ഉറപ്പിന്മേൽ ബ്രയാൻ മിഷന് സമ്മതിക്കുന്നു. ബ്രയാന്റെ ആവശ്യം അംഗീകരിച്ച ശേഷം അവർ റിട്ടയർ ചെയ്ത പഴയ ഒരു സ്പേസ് ഷട്ടിൽ മ്യൂസിയത്തിൽ കണ്ടെത്തുന്നു. അതുപയോഗിച്ച് EMP ഭൂമിക്ക് പുറത്തേക്ക് എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാരണം മറ്റു റോക്കറ്റുകൾ ഉണ്ടാക്കാനുള്ള സമയമോ സംവിധാനങ്ങളോ ഇപ്പോൾ ഇല്ല. ഇത് മാത്രമാണ് ഒരേയൊരു പ്രതീക്ഷ. ലോകം മുഴുവനും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമികുലുക്കങ്ങളും ഉണ്ടാകുന്നു. പക്ഷെ അതവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഗുരുത്വാകർഷണം ചന്ദ്രനില്ല. എന്നാൽ അതിനുള്ള ഉത്തരം കേസിയുടെ മെഗാ സ്ട്രക്ചർ തിയറിക്കുണ്ട്. മിലിറ്ററി നാസയുടെ ഓഫീസിലെത്തുകയും എങ്ങനെയാണ് EMP പ്രവർത്തിപ്പിക്കുന്നതെന്ന് ബ്രയാനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാതെ നാവിഗേഷൻ കാൽക്കുലേഷൻസ് ഒക്കെ സ്വയം ചെയ്യുന്നത് എങ്ങനെയെന്ന് ബ്രയാനും വിശദീകരിക്കുന്നു. മാത്രമല്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ത്രസ്റ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഷട്ടിൽ ലാൻഡ് ചെയ്യുകയും വേണം. പെട്ടെന്ന് അവിടെ ശക്തമായ ഭൂമികുലുക്കം ഉണ്ടാകുകയും ഷട്ടിലിനത് കേടുവരുത്തുകയും ചെയ്യുന്നു. എഞ്ചിൻ തകരാറിലായതിനാൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരുടെ കഠിന പ്രയത്നത്തിന് ജോസീന്ത നന്ദി പറയുകയും ശേഷം അവരോട് ഈ അവസാന നിമിഷത്തിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കുവാനും പറയുന്നു. അങ്ങനെ ബേസിലുള്ള എല്ലാവരും പോകുന്നു. അവസാനം ജോസീന്തയും പോകാനൊരുങ്ങുമ്പോൾ കേസി അപ്പോഴും കാൽക്കുലേഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോസീന്ത കാണുന്നു. ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 80% വരും. ആ സമയത്ത് ലോഞ്ച് ചെയ്താൽ ചന്ദ്രൻ തൊട്ടു മുകളിൽ എത്തുന്ന സമയത്ത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് അവർക്ക് എളുപ്പത്തിൽ ലോഞ്ച് ചെയ്യാം. റോക്കറ്റ് എഞ്ചിന്റെ തകരാർ മറികടക്കാൻ ഒരു പരിധിവരെ അത് സഹായിക്കും. പക്ഷേ എല്ലാവരും സ്പേസ് സ്റ്റേഷനിൽ നിന്നും പോയതിനാൽ അവർ അവിടെയുള്ളവരെ വെച്ച് ഒരു ടീമിനെ ഉണ്ടാക്കുന്നു. ബ്രയാൻ സ്പേസ് ഷട്ടിൽ ഓടിക്കുന്നു. ജോസീന്ത നാവിഗേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് ഓഫ് ചെയ്യുമ്പോൾ കേസി മാനുവലായി കാൽക്കുലേഷൻസ് ചെയ്യും. കേസി തന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ജോസീന്തയും ബ്രയാനും തങ്ങളുടെ മക്കളോട് യാത്രയും പറയുന്നു. അവരും മിഷേലും കൂടി ഡഗിന്റെ അടുത്തേക്ക് കാറിൽ പോവുകയാണ്. ബ്രയാൻ സോണിയുടെ കയ്യിൽ ഒരു തോക്കും ഏൽപ്പിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു അത്. അവർ 3 പേരും റോക്കറ്റിൽ കയറി ലോഞ്ച് ചെയ്യാൻ പോകുമ്പോഴേക്കും വലിയ തിരമാലകൾ ഉയർന്നു വന്ന് ബേസിലെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു. തിരമാല സ്പേസ് ഷട്ടിലിൽ തൊട്ടെങ്കിലും തിരമാലയിൽ പെട്ടുപോകാതെ ബ്രയാൻ റോക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കൂടിയായപ്പോൾ സ്പേസ് ഷട്ടിൽ ഭൂമിയിൽ നിന്നും സുരക്ഷിതമായി മുകളിലെത്തുന്നു. മുകളിലെത്തിയ അവർ അടുത്തുള്ള സാറ്റലൈറ്റിൽ നിന്നും ഷട്ടിൽ റീചാർജ് ചെയ്യാനുള്ള ഇന്ധനം എടുക്കുന്നു. കേസി അതേസമയം ഷട്ടിലിനുള്ളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു. ചന്ദ്രനാണെങ്കിൽ അടുത്തേക്ക് വരികയാണ്. അവർ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ ഷട്ടിലിന്റെ ഇലക്ട്രോണിക്സ് എല്ലാം ഓഫാക്കുന്നു. ശേഷം ചന്ദ്രനിലേക്ക് എത്താൻ ബ്രയാൻ മാനുവലായി ത്രസ്റ്ററുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. പോകുന്ന വഴിയിൽ ബഹിരാകാശത്തുള്ള അവശിഷ്ടങ്ങളുമായി ഷട്ടിൽ ഇടിക്കുന്നുണ്ട്. അതേസമയം കാറിൽ പോയിക്കൊണ്ടിരുന്ന സോണിയെയും മിഷേലിനെയും മറ്റും ആയുധധാരികളായ ചിലർ തടയുന്നു. ശേഷം അവരെ വഴിയിലിറക്കി വിടുകയും അവരുടെ കാർ തട്ടിയെടുത്ത് കാറുമായി അവർ കടന്നു കളയുകയും ചെയ്യുന്നു. കയ്യിലുള്ള തോക്ക് സോണി അവർ കാണാതെ മഞ്ഞിലേക്ക് എറിയുന്നുണ്ടെങ്കിലും സോണിയുടെ ബാഗും ഫോണും അവർ കൈക്കലാക്കുന്നു. ഫോൺ അവർ തട്ടിയെടുത്തതുകൊണ്ട് തന്നെ അവർക്ക് ഡഗിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് മറ്റൊരു കാർ ആവശ്യമുണ്ട്. കാർ ആവശ്യപ്പെടാൻ സോണി അവരുമായി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ അപ്പോഴേക്കും ഭൂമിയിൽ വന്ന് പതിച്ചു തുടങ്ങി. കൂടാതെ ചന്ദ്രൻ അടുത്ത് വന്നതിനാൽ കാലാവസ്ഥയും വളരെയധികം കലുഷിതമായിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ അവർ 3 പേരും അടുത്ത് കണ്ട ഷെഡിൽ അഭയം പ്രാപിക്കുന്നു. അതേസമയം സ്പേസ് ഷട്ടിൽ ചന്ദ്രന് സമീപം എത്തിയതും EMPയുമായി ബ്രയാൻ മറ്റൊരു വാഹനത്തിൽ ചന്ദ്രന്റെ സമീപത്തേക്ക് എത്തുന്നു. ശേഷം റോവറിൽ നിന്നും ഇറങ്ങി വാഹനത്തിന്റെ ഇലക്ട്രോണിക്സ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഷട്ടിലേക്ക് തിരികെ എത്തുന്നു. ഇലക്ട്രോണിക്സ് ആക്ടിവേറ്റ് ചെയ്താൽ മുൻപ് കണ്ട ബ്ലാക്ക് സ്വാം അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങോട്ടേക്ക് വരുമെന്നാണ് അവർ കരുതുന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെ ചന്ദ്രനിലെ ദ്വാരത്തിൽ നിന്നും ബ്ലാക്ക് സ്വാം പുറത്തേക്ക് വരുന്നു. പക്ഷേ EMP ഇരിക്കുന്ന വാഹനത്തിലേക്ക് പോകാതെ അത് ഷട്ടിലിനെ ലക്ഷ്യം വെച്ച് വരികയാണ്. EMPയുടെ റിമോട്ട് കൺട്രോൾ മൂലമാകാം അത് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് കരുതി ബ്രയാൻ ആ റിമോട്ട് നശിപ്പിക്കുന്നു. പക്ഷെ എന്നിട്ടും ആ ബ്ലാക്ക് സ്വാം അവരുടെ ഷട്ടിലിനെ പൊതിയുന്നു. പെട്ടെന്നാണ് കേസിയുടെ മൊബൈൽ ഫോണാണ് അതിനെ ആകർഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബ്രയാൻ കേസിയുടെ ഫോൺ നശിപ്പിക്കുന്നു. അതോടെ ആ ബ്ലാക്ക് സ്വാം അവരുടെ ഷട്ടിലിന് സമീപത്ത് നിന്നും പോകുന്നു. EMPക്ക് പകരം ആ സ്വാം അവരെ തേടി വന്നതിന് കാരണം ഇലക്ട്രോണിക് എൻവയോൺമെന്റിലുള്ള ഓർഗാനിക് മാറ്ററിനെ തിരയാനാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അതായത് മനുഷ്യനെ എന്ന് ജോസീന്ത അവരോട് പറയുന്നു. റിമോട്ട് നശിപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്കിനി ചന്ദ്രന്റെ ഉള്ളിലേക്ക് പോയേ മതിയാകൂ. മാത്രമല്ല അവർക്കിനി 2 മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മിലിറ്ററി ഈ മിഷൻ പരാജയമാണെന്ന് കരുതി ആണവായുധം ചന്ദ്രന്റെ മേൽ പ്രയോഗിക്കും. അതേസമയം സോണിയും മിഷേലും മറ്റും ടോമിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിൽക്കുകയാണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലായിരുന്നു.
തന്നെയായിരുന്നു. പക്ഷെ അടുത്തുണ്ടായിരുന്ന മറ്റ് അയൽവക്കക്കാർ ശത്രുക്കളാണെന്ന് കരുതി അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ അവർക്ക് നേരെ വെടിവെക്കുന്നു. എന്നാൽ ഭാഗ്യത്തിന് ശബ്ദം കേട്ട ടോം അവർ വന്നത് അറിയുകയും പുറത്തുപോയി അവരെ വീടിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ സോണിക്ക് അമ്മയോടൊപ്പവും ഹാഫ് സിസ്റ്ററിനൊപ്പവും ചെലവഴിക്കാൻ സമയം ലഭിച്ചില്ല. കാരണം അവിടെ നിന്നും ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അവർക്ക് നിർദ്ദേശം ലഭിക്കുന്നു. കാരണം അവിടെ ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ പതിക്കുവാൻ സാധ്യതയുണ്ട്. പോകുന്ന വഴി ഫയർ സ്റ്റേഷനിലെത്തി അവർ ഓക്സിജൻ ടാങ്കുകൾ എടുക്കുന്നു. കാരണം ചന്ദ്രൻ ഭൂമിയുടെ തൊട്ടടുത്തെത്തിയാൽ ചിലപ്പോൾ അന്തരീക്ഷത്തെ സാരമായി ബാധിക്കുകയും പ്രാണവായു കുറയുകയും ചെയ്യും. അപ്പോൾ ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ അപ്പോഴേക്കും സോണിയുടെ ജീപ്പുമായി കടന്നു കളഞ്ഞ സംഘം അവിടേക്ക് വരുന്നു. പക്ഷെ ആ സംഘം കാർ തട്ടിക്കൊണ്ടുപോയ സമയത്തെ നിസ്സഹായനായി നിന്ന സോണിയല്ല ഇപ്പോൾ. അവൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ബ്രയാൻ നൽകിയ തോക്ക് അവരിലൊരാളുടെ കഴുത്തിന് നേരെ സോണി ചൂണ്ടുന്നു. ശേഷം ഓക്സിജൻ സിലിണ്ടറും സോണിയുടെ കയ്യിൽ നിന്നും അവർ തട്ടിയെടുത്ത ബാഗുമായി ടോമിന്റെ കാറിൽ കയറി അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം ബഹിരാകാശത്ത് EMPയും എടുത്തുകൊണ്ട് ബ്രയാനും സംഘവും സ്പേസ് ഷട്ടിൽ ചന്ദ്രന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഉള്ളിലെത്തിയ അവർ കേസിയുടെ തിയറി സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് ചന്ദ്രൻ എന്നത് ശക്തമായ ഒരു എനർജി സോഴ്സിന് ചുറ്റുമുണ്ടാക്കിയ ഒരു മെഗാ സ്ട്രക്ചർ തന്നെയാണ്. പെട്ടെന്ന് അവർ മുൻപ് കണ്ട ബ്ലാക്ക് സ്വാം അവരെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് എത്തി. അവർ ബ്ലാക്ക് സ്വാമിനെ കണ്ടതും EMP അതിനു നേരെ പ്രയോഗിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഷട്ടിലിന്റെ നിയന്ത്രണം ബ്രയാന് നഷ്ടപ്പെടുന്നു. അവരുടെ വാഹനത്തെ മറ്റെന്തോ ശക്തി വലിച്ചെടുക്കുകയാണ്. ആ സ്വാം അവരുടെ തൊട്ടടുത്തെത്തി അവരുടെ വാഹനത്തെ വിഴുങ്ങാൻ ശ്രമിച്ചതും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊട്ടു മുന്നിലുള്ള വലിയൊരു ഇരുമ്പ് വാതിൽ തുറക്കുകയും ഒരു വെളിച്ചം വന്ന് ഷട്ടിലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ശേഷം ആ വാതിൽ അടയുന്നു. ബ്ലാക്ക് സ്വാം ഉള്ളിലേക്ക് കയറാനാവാതെ വാതിലിന് വെളിയിലായി പോകുന്നു. അത് അരിശത്തിൽ ആ ഇരുമ്പ് വാതിൽ ഇടിക്കുന്നുണ്ട്. സ്പേസ് ഷട്ടിൽ വന്ന് താഴേക്ക് പതിക്കുകയും എല്ലാവരും ബോധരഹിതരാകുകയും ചെയ്തു. ഷട്ടിൽ ഒരുവിധം തകർന്നു പോകുന്നു. അപ്പോഴേക്കും ഷട്ടിലിന്റെ വാതിൽ തുറക്കപ്പെടുകയും നേരത്തെ കണ്ട വെളിച്ചം അവരെ ഓരോരുത്തരെയും സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ മിഷൻ ഒരുപാട് സമയമെടുത്തത് കൊണ്ട് തന്നെ മിലിറ്ററി ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാവുന്നു. അതേസമയം സോണിയെയും കുടുംബത്തെയും കവർച്ചക്കാർ ചേസ് ചെയ്യുകയാണ്. കൂടാതെ അവർക്ക് നേരെ വെടിവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് ടോമും തിരികെ കവർച്ചക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നു. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ അവശിഷ്ടങ്ങളിൽ പെടാതെ സോണി ഒരു വിധത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഭൂമി പിളരുന്നു. പക്ഷേ സോണി കാർ വേഗത്തിൽ അതിനു മുകളിലൂടെ ചാടിക്കുന്നു. അതുകൊണ്ട് തന്നെ കവർച്ചക്കാരിൽ നിന്നും അവർ രക്ഷപ്പെടുകയും കവർച്ചക്കാരുടെ കാർ അവശിഷ്ടങ്ങൾ ഇടിച്ച് പൊട്ടിത്തകരുകയും ചെയ്യുന്നു. സുരക്ഷിത സ്ഥാനത്തെത്തിയ സോണിക്ക് ഡഗിന്റെ ഫോൺ കോൾ വരുന്നു. മിസൈൽ ലോഞ്ച് കാരണം സോണിയെയും കുടുംബത്തെയും ബങ്കറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ സുരക്ഷിത സ്ഥാനം കണ്ടെത്തണമെന്ന് ഡഗ് സോണിയോട് പറയുന്നു. പ്രവചനം പോലെ തന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങി. പക്ഷികളെല്ലാം ചത്തു വീണ് തുടങ്ങി. സോണിയും കുടുംബവും ഓക്സിജൻ മാസ്ക് വെച്ചതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങി. ചന്ദ്രനിൽ മയക്കത്തിൽ നിന്ന് ഉണർന്ന ജോസീന്തയും കേസിയും അവിടെ അവർക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഗുരുത്വാകർഷണമുണ്ടെന്നും മനസ്സിലാക്കുന്നു. പക്ഷെ ബ്രയാനെ അവർക്ക് അവിടെ കണ്ടെത്താനായില്ല. പെട്ടെന്ന് അവിടെ ഒരു മുറിയുടെ വാതിൽ തുറക്കുന്നു. കേസി എന്തൊക്കെയോ സംശയിക്കുന്നുണ്ടെങ്കിലും അവർ അതിനുള്ളിലേക്ക് കയറുന്നു. കാരണം രണ്ട് തരത്തിലുള്ള എന്തോ ശക്തികൾ അവിടെ ഉണ്ടെന്നും അതിലൊരെണ്ണം അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജോസീന്ത കേസിയോട് പറയുന്നു. ബ്രയാൻ ഇപ്പോൾ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയുടെ അടുത്താണ്. വെളിച്ചത്താൽ ചുറ്റപ്പെട്ട ഒരു അപരിചിതമായ മുറിയിൽ ബ്രയാൻ ഉണരുന്നു. എഴുന്നേറ്റ് ബ്രയാൻ കാണുന്നത് സോണിയുടെ ചെറുപ്പകാലത്തെ രൂപമാണ്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോണിയുടെ ചെറുപ്പകാലത്തിലെ രൂപത്തിൽ ബ്രയാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ രൂപം ബ്രയാനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരുടെ പൂർവികർ വളരെ അകലെയുള്ള ഒരു ഗ്രഹത്തിൽ ഭൂമിയിലെ ഇന്നത്തെ ടെക്നോളജിക്ക് പോലും കിടപിടിക്കാനാകാത്ത ടെക്നോളജിയുമായി സന്തോഷമായി ജീവിക്കുകയായിരുന്നു. പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. കാരണം അവർ നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം ചിന്തിച്ചു തുടങ്ങുകയും അവരുടെ നിർമ്മാതാക്കളായ അന്നത്തെ മനുഷ്യർക്കെതിരെ തിരിയുകയും ചെയ്തു. അത് പല നാനോ കണികളുടെ രൂപത്തിൽ എല്ലാ ജീവനെയും ഇല്ലാതാക്കി. വംശം നശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർ ഗാലക്സിയുടെ ഒരു സീക്രട്ട് കോർണറിലേക്ക് പോവുകയും അതിൽ നിന്നും രക്ഷപ്പെടാനും വാസയോഗ്യമായ മറ്റ് ഗ്രഹങ്ങൾ കണ്ടെത്താനും വേണ്ടി മനുഷ്യർ മെഗാ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തി ലൈഫ് ഇൻക്യൂബേറ്റ് ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ചന്ദ്രൻ മാത്രമാണ് നാനോ സ്വാമുകൾ അവരെ കണ്ടെത്തുന്നതിന് മുന്നേ കൃത്യമായി ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചത്. ബാക്കിയുള്ളവയെല്ലാം ആ സ്വാമുകൾ നശിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മെഗാ സ്ട്രക്ചറുകളിൽ രക്ഷപ്പെടാതിരുന്നതെന്ന് ബ്രയാൻ ചോദിക്കുന്നു. ഇലക്ട്രോണിക് എൻവയോൺമെന്റിലുള്ള ഓർഗാനിക് ലൈഫിനെയാണ് ആ സ്വാമുകൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ എംപ്റ്റി ആയിരിക്കണം. അതായത് എന്തെങ്കിലും പുനർജനിക്കും എന്ന വിശ്വാസത്തിന്മേൽ മനുഷ്യരുടെ പൂർവികർ തങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്തു. ചന്ദ്രൻ എന്ന മെഗാ സ്ട്രക്ചർ പ്രപഞ്ചം തിരഞ്ഞ് ഒടുവിൽ ഭൂമി കണ്ടെത്തി. സൂര്യനിൽ നിന്നും ജീവൻ നിലനിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ദൂരത്തിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. അവിടേക്ക് കോഡ് ഓഫ് ലൈഫ് അഥവാ DNA ചന്ദ്രൻ അതിനെ പ്രോഗ്രാം ചെയ്തതനുസരിച്ച് ഇഞ്ചക്ട് ചെയ്യുകയും മനുഷ്യൻ പുനർജനിക്കുകയും ചെയ്തു. ബ്രയാനോട് സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ശത്രുക്കളായ നാനോസ്വാമുകളെ ചന്ദ്രന്റെ കോറിൽ നിന്നും അകറ്റാൻ മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ചന്ദ്രന് അതിന്റെ ഓർബിറ്റിലേക്ക് തിരികെ പോകാൻ സാധിക്കൂ. പെട്ടെന്ന് ബ്രയാന് ചുറ്റുമുള്ള പ്രകാശം മായുന്നു. അപ്പോഴേക്കും കേസിയും ജോസീന്തയും ബ്രയാനെ കണ്ടെത്തുന്നു. ആ നാനോ ജീവികളെ നശിപ്പിക്കാൻ തയ്യാറായി ബ്രയാൻ ഷട്ടിലിനടുത്തേക്ക് പോയതും നശിപ്പിക്കപ്പെട്ട അവരുടെ ഷട്ടിൽ ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ശരിയാക്കിയതായി കാണുന്നു. മാത്രമല്ല ആ EMP സ്വാമുകളെ നശിപ്പിക്കാൻ സാധിക്കത്തക്കവണ്ണം അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ
ആണവായുധം മിലിറ്ററി ഉപയോഗിക്കും മുമ്പ് 10 മിനിറ്റ് മാത്രമേ അവർക്കുള്ളൂ. ബ്രയാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതേസമയം ടോമിന്റെ മകളുടെ ഓക്സിജൻ ടാങ്കിലെ ഓക്സിജൻ തീരുന്നു. അതോടെ ടോം തന്റെ ഓക്സിജൻ ടാങ്ക് മകൾക്ക് കൊടുക്കുന്നു. അവളെ മുന്നോട്ട് നടക്കാൻ ടോം ധൈര്യം നൽകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മകൾ കൺമുന്നിൽ നിന്നും മായുമ്പോൾ ടോം കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്യുന്നു. മകൾ സോണിയുടെയും അവന്റെ അമ്മയുടെയും അടുത്ത് സുരക്ഷിതമായി എത്തുന്നു. പക്ഷേ ടോമിനെ കാണാത്തതിനാൽ സോണി ടോമിനെ തിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നു. കാരണം ഓക്സിജന്റെ അളവ് പതുക്കെ അന്തരീക്ഷത്തിൽ കൂടി വരുന്നുണ്ട്. ചന്ദ്രനാണെങ്കിൽ ഭൂമിയെ സ്പർശിക്കുകയും പെട്ടെന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ മൂലം സോണി താഴെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. മിഷേൽ സോണിയെ സഹായിക്കുവാനായി പോകുന്നു. ഒടുവിൽ ഒരു മരത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സോണിയെ അവൾ കണ്ടെത്തുന്നു. സോണിയും മിഷേലും കൂടി ചന്ദ്രന്റെ ഗുരുത്വാകർഷണവും കൂടി ആയപ്പോൾ ആ മരം ഒരു വിധത്തിൽ തള്ളി മാറ്റുന്നു. ശേഷം അവർ വേഗത്തിൽ ഓടുകയും തകർന്നു കിടക്കുന്ന പാലം ചാടിക്കടന്ന് ബ്രെൻഡയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ വരവ് മൂലം എല്ലാ സിറ്റികളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണവായുധം എത്രയും പെട്ടെന്ന് പ്രയോഗിക്കാൻ മിലിറ്ററി തയ്യാറാകുന്നു. പക്ഷെ അവസാന നിമിഷം ഡഗ് അവർക്കെതിരെ തിരിയുന്നു. കാരണം അയാൾ മുൻ ഭാര്യ ജോസീന്തയെ വിശ്വസിക്കുന്നു. അവൾ എന്തെങ്കിലും പരിഹാരം ഇതിന് കാണുമെന്ന ഉറപ്പ് ഡഗിനുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് അവർ നിന്നിരുന്ന ബങ്കറും തകർന്നു തുടങ്ങി. അതേസമയം ബ്രയാൻ ചന്ദ്രനുള്ളിൽ ബ്ലാക്ക് സ്വാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു ടണലിലേക്ക് എത്തിക്കാൻ അതിസാഹസികമായി ഷട്ടിൽ പറപ്പിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നശിപ്പിക്കാൻ അവരെ ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സഹായിക്കുന്നുണ്ട്. അതായത് ചന്ദ്രനുള്ളിലെ സ്പേസ് ഷിപ്പുകൾക്കിടയിലൂടെ ബ്രയാൻ ഷട്ടിൽ പറപ്പിക്കുമ്പോൾ സ്പേസ് ഷിപ്പുകളിൽ നിന്നും ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പേസ് ഷിപ്പിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് സ്വാമിനെ വെടിവെക്കുന്നുണ്ട്. റോവറിൽ EMP റെഡിയാക്കാൻ ബ്രയാൻ കേസിയോട് പറയുന്നു. ബ്രയാൻ തന്റെ പ്ലാൻ വിശദീകരിക്കുന്നു. ബ്ലാക്ക് സ്വാം ഇലക്ട്രിക്കൽ എൻവയോൺമെന്റിൽ ജീവനുണ്ടെങ്കിലേ അതിനെ ആക്രമിക്കാൻ വരൂ എന്നതിനാൽ EMPയുമായി റോവറിൽ നിൽക്കാൻ ബ്രയാൻ തീരുമാനിക്കുന്നു. ജോസീന്തയ്ക്കും കേസിക്കും ഷട്ടിലിൽ രക്ഷപ്പെടാനും സാധിക്കും. എന്നാൽ ജോസീന്തയ്ക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടില്ല. ജോസീന്ത ബ്രയാനുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേസി ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നു. കേസി EMP ഇരിക്കുന്ന റോവറിൽ കയറി ഷട്ടിലിനും റോവറിനും ഇടയിലുള്ള വാതിലടയ്ക്കുന്നു. അതായത് കേസി തന്റെ ജീവൻ ആ മിഷന് വേണ്ടി ത്യാഗം ചെയ്യുകയാണ്. കേസി അവരോട് ഗുഡ് ബൈ പറയുന്നു. ശേഷം അവന്റെ അമ്മയോട് കേസി ഒരു ഹീറോ ആയിരുന്നെന്ന് പറയണമെന്ന് അവരോട് പറയുന്നു. മാത്രമല്ല താൻ ശരിക്കും ഒരു ഡോക്ടറല്ല എന്നും കേസി പറയുന്നു. എന്നാൽ ബ്രയാൻ അവനോടുള്ള ബഹുമാനത്താൽ കേസിയെ ഡോക്ടർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ശേഷം റോവർ ഷട്ടിലിൽ നിന്നും വേർപെടുത്തുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ബ്ലാക്ക് സ്വാം കേസിയെയും EMP ഇരിക്കുന്ന റോവറിനെയും പൊതിയുന്നു. മുഴുവനായി അത് റോവറിനെ പൊതിഞ്ഞതും കേസി EMP ആക്ടിവേറ്റ് ചെയ്യുകയും അത് ശക്തമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതോടെ ആ ബ്ലാക്ക് സ്വാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതാകുന്നു. ഒടുവിൽ ജോസീന്തയും ബ്രയാനും ഷട്ടിൽ സേഫായി ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നു. കാരണം ചന്ദ്രൻ ഭൂമിയുടെ വളരെ അടുത്താണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അധികം ഒന്നും സഞ്ചരിക്കേണ്ടി വന്നില്ല. ബ്ലാക്ക് സ്വാം പോയതോടുകൂടി ചന്ദ്രൻ അതിന്റെ ഓർബിറ്റിലേക്ക് സ്വയം തിരികെ പോകുന്നു. അതോടെ അന്തരീക്ഷമൊക്കെ പഴയ പോലെയാവുന്നു. ന്യൂയോർക്ക് നഗരം ഏകദേശം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതും അവിടെ മുഴുവൻ മഞ്ഞുമൂടിയിരിക്കുന്നതായും ജോസീന്തയും ബ്രയാനും കാണുന്നു. അവരെ കൊണ്ടുപോകാൻ മിലിറ്ററി ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവർ അവരുടെ കുടുംബത്തോടൊപ്പം ചേരുന്നു. അതേസമയം ചന്ദ്രനിൽ കേസി ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് സംസാരിക്കുകയാണ്. അവന്റെ അമ്മയുടെ രൂപത്തിലാണ് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംസാരിക്കുന്നത്. കേസിയുടെ മനസ്സ് അഥവാ ബോധത്തിന്റെ ഒരു കോപ്പി അത് അവിടെ സേവ് ചെയ്തെന്ന് കേസിയോട് പറയുന്നു. അതായത് കേസി ഇപ്പോൾ ചന്ദ്രന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നല്ലൊരു ഭാവി നിർമ്മിച്ചെടുക്കാൻ ചന്ദ്രന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സഹായിക്കാൻ ഇനി കേസിക്ക് സാധിക്കും. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.